നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് താരനെ കുറിച്ചല്ല, പക്ഷേ കണ്ടാൽ താരെന്ന് തോന്നിക്കുന്ന ഒരുതരം സ്കിൻ ഡിസീസിനെ കുറിച്ചാണ്. ഈ രോഗത്തെ പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ്. ഒരുപക്ഷെ ഈ പേര് നിങ്ങൾക്ക് ഒരിക്കലും പരിചയമുണ്ടാകില്ല, പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ തല ചൊറിയുന്ന സമയത്ത് തലയിൽ നിന്നും വെളുത്ത പാളി പൊളിഞ്ഞു വരാറുണ്ട്. ഇതൊരു സ്കിൻ ഡിസീസ് ആണ്. ഇതിനെയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പലരും ഇത് താരനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് കോമൺ ആയിട്ട് എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്ന ഒരു സ്കിൻ ഡിസീസ് ആണ്. ഇതൊരു താരനാണെന്ന് കരുതിയിട്ട് നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇത് പലരെയും നെഗറ്റീവായിട്ട് ബാധിക്കാറുമുണ്ട്. ഈ രോഗം വരാനുള്ള കാരണം എന്താണ്, ഈ രോഗം എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഹലോ എവരിവൺ, വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് ഉസ്ത്രാ എന്ന ബ്രാൻഡിൻ്റെ ഹെയർ ഗ്രോത്ത് കിറ്റാണ്. മുടികൊഴിച്ചിൽ എന്നുള്ളത് പ്രായമോ അല്ലെങ്കിൽ ലിംഗവ്യത്യാസമോ ഇല്ലാതെ എല്ലാവർക്കും വരുന്ന ഒന്നാണ്. പക്ഷേ ഇത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സ്ട്രെസ്സ്, ഹെറിഡിറ്റി, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം മുടികൊഴിച്ചിൽ വരുന്നതിന് കാരണമാകുന്നുണ്ട്. ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് കിറ്റിൽ വരുന്നത് 3 പ്രൊഡക്റ്റാണ്. ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ, ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് ക്രീം, അതുപോലെ തന്നെ ഉസ്ത്രാ ആൻറ്റി ഹെയർഫാൾ ഷാമ്പൂ. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പ്രോഡക്ട്സിനെ പോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള സൾഫേറ്റ് അതുപോലെ തന്നെ പാരാബൻസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടുമില്ല. ഉസ്ത്രാ ഹെയർ കിറ്റ് മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടിയുടെ ഗ്രോത്ത് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉസ്ത്രാ ഹെയർ കെയർ വൈറ്റലൈസർ, ഇത് എണ്ണമയം ഇല്ലാത്ത കൊഴുപ്പില്ലാത്ത സെറമാണ്. ഇത് മുടിയെ ആരോഗ്യകരമാക്കുന്നു. മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 33 വൈറ്റൽ ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട റെഡൻസെല്ലും അതുപോലെ തന്നെ പാൽമെറ്റോയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മികച്ച ഹെർബൽ ഹെയർ ലോസ് റെമഡിയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കെരാറ്റിൻ അതുപോലെ തന്നെ കൊളാജിൻ മുടി കട്ടിയുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുന്നു. ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് ക്രീം, ഇതൊരു മോഡേൺ സയൻസിൻ്റെയും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെയും കോമ്പിനേഷനാണ്. ഇതിൽ ഒനിയൻ എക്സ്ട്രാക്ട്, ബ്രിങ്റാജ്, കോഫി എക്സ്ട്രാക്ട്, അലോവേര തുടങ്ങിയ 15 ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. പുരുഷന്മാരിൽ കഷണ്ടി മൂലം മുടി കൊഴിയുന്നത് 66% വരെ ഈ പ്രൊഡക്റ്റിന് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഹെയർ ഗ്രോത്തിനെ സ്വാധീനിക്കുകയും ചെയ്യും. ഉസ്ത്രാ ആൻറ്റി ഹെയർഫാൾ ഷാമ്പൂ, ഇത് മുടി കൊഴിയുന്നത് തടയുന്നു. ഇതിലടങ്ങിയിട്ടുള്ള 2 മെയിൻ കോമ്പോണൻസ് ആയ ജിൻസെങ്, ഇതൊരു ആൻഷ്യൻ ചൈനീസ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനെഗർ ഇതിലുള്ളത് മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടി സ്ട്രെങ്തൻ ആക്കാനും ഹെൽത്തിയർ ആക്കാനും സഹായിക്കുന്നു. ഹൗ ടു യൂസ് ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് കിറ്റ്. ഉറങ്ങുന്നതിന് മുൻപ് ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് ക്രീം തലയിൽ നന്നായിട്ട് പുരട്ടുക, എന്നിട്ട് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് ആൻറ്റി ഹെയർഫാൾ ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയുക. അതിനുശേഷമാണ് ഉസ്ത്രാ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ ഉപയോഗിക്കേണ്ടത്. കുറച്ച് കയ്യിൽ എടുത്തതിന് ശേഷം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് താഴെ കാണുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് ലഭിക്കുകയും ചെയ്യും. ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഹെയർ ഫോളിക്കിളിൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഇതിനെ സെബേഷ്യസ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിനെയാണ് സെബം എന്ന് പറയുന്നത്. ഈ ഗ്ലാൻഡ് തലയിലുമുണ്ട്. തലയിലും ഇത്തരം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തലയിൽ ഈ ഓയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു റിയാക്ഷനായിട്ടും ഈ രോഗം വരാം. ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത് തലയിൽ മാത്രമല്ല, മൂക്കിൻ്റെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ ചെവിയുടെ സൈഡുകളിൽ, ചെസ്റ്റ് ഭാഗത്ത്, പുറം ഭാഗത്ത്, ഇവിടെയെല്ലാം ഇത് കാണപ്പെടാറുണ്ട്. നമ്മൾ മുഖം ചൊറിയുന്ന സമയത്ത് വെളുത്ത പാളികൾ പോലെ അടർന്നു വരുന്നത് ഈ ഒരു ഇൻഫെക്ഷനാണ്. ചർമ്മത്തിൽ വെളുത്തതോ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന നിറത്തിലോ ഉള്ള പാച്ചസ് കാണപ്പെടുന്നു. രോഗം ബാധിച്ച ഭാഗങ്ങളിൽ എണ്ണമയവും കൊഴുപ്പും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ സ്കിന്നിലാണ് ഈ രോഗം ബാധിച്ചതെങ്കിൽ അവിടെ ചുവപ്പ് നിറം കാണപ്പെടുന്നു. അതുപോലെ ഈ രോഗം ബാധിച്ച ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി തലയിലാണ് ഈ രോഗം ബാധിച്ചതെങ്കിൽ ആ ഭാഗത്ത് മുടി കൊഴിച്ചിലും അനുഭവപ്പെടാറുണ്ട്. കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിൽ ഈ രോഗം സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കുറവാണെങ്കിൽ ഈ രോഗം സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കുറയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗമുള്ള ആളുകൾക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. മാലസീസിയ ഇൻഫെക്ഷൻ, തലോടിയിൽ ജീവിക്കുന്ന ഒരുതരം ഫംഗസ് ഉണ്ട്. ഇതിനെ മാലസീസിയ എന്നാണ് പറയുന്നത്. എണ്ണമയം കൂടുതലുള്ള ഏരിയയിൽ ജീവിക്കുന്ന ഇത്തരം ഫംഗസിൻ്റെ സാന്നിധ്യം ഈ രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഇത് തലയിൽ ഉണ്ടാകുന്നത് സെബം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന ക്രീമുകൾ, ഷാമ്പു, ഇതിൻ്റെ എല്ലാ ഇൻഫെക്ഷൻ കാരണവും ഇത്തരം രോഗം കണ്ടുവരാറുണ്ട്. OTC ട്രീറ്റ്മെൻറ്റ് അഥവാ ഓവർ ദ കൗണ്ടർ ട്രീറ്റ്മെൻറ്റ്,
തലയോടി നന്നായി കഴുകുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻറ്റി ഫംഗൽ ക്രീമുകൾ ഉപയോഗിക്കാം, ഷാമ്പു ഉപയോഗിക്കാം. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കഴുകണം എന്നുള്ളതാണ്. അല്ലാതെ ഈ കെമിക്കൽ തലയോട്ടിൽ പറ്റിപ്പിടിച്ച് വീണ്ടും അവിടെ റിയാക്ഷൻ വരികയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ നീര് പോലുള്ളത് ഇത്തരം പ്രശ്നങ്ങൾക്ക് തലയിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത് വീണ്ടും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഉലുവ അരച്ച് തലയിൽ തേക്കുന്നത് ഇതിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള തേക്കുന്നത് നല്ലതാണ്. തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുന്നതും തലയോടി നന്നായിട്ട് മസാജ് ചെയ്യുന്നതും ഇതിന് വളരെയധികം നല്ലതാണ്. തല നല്ല രീതിയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഇത് ഇത്തരം ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നം നിങ്ങൾക്ക് നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സ്വയം ട്രീറ്റ് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് തലയോടിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനെ കുറിച്ചാണ്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ബിൻ സൈനിങ് ഓഫ്.